നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജിജി മാരിയോ വഴക്കിൽ ആരുടെ ഭാഗത്താണ് ന്യായം? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം മാരിയോയ്ക്കൊപ്പമാണ്. മറുവിഭാഗം പറയുന്നു ജിജിയുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമേ മാരിയോയെ പൂർണ്ണമായി ശരി എന്ന പക്ഷത്ത് നിർത്താവൂ. മാരിയോയും ജിജിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു സാധാരണ ദാമ്പത്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. എന്നാൽ അതിപ്പോൾ സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നതിന് ഒരൊറ്റ കാരണമുണ്ട്. ഈ രണ്ടാളുകളും ചേർന്ന് കേരളത്തിലെ ഒരു വിഭാഗം നല്ല മനുഷ്യരുടെ പണം ഊറ്റിയെടുത്തു. ചാരിറ്റിയുടെ പേര് പറഞ്ഞിറങ്ങുന്ന ഇത്തരം കപട നന്മമരങ്ങളുണ്ട്. അവർ പുറത്തേക്കിറങ്ങി പിരിവ് തുടങ്ങിയാൽ അവരുടെ വലയിൽ വീഴുന്ന ഒട്ടനവധി മണ്ടൻ കിടാപ്പന്മാർ. അവരുടെയൊക്കെ വിയർപ്പിൻ്റെ പണം ഇവർ ഊറ്റിയെടുക്കുന്നത് യാതൊരു ഉളുപ്പുമില്ലാതെ. എന്നാൽ കൃത്യമായ നന്മ പ്രവർത്തനങ്ങൾ ഇവരാരും നടത്തുന്നില്ല. ആദ്യമേ തന്നെ ഒരൊറ്റ കാര്യം നമുക്ക് ശ്രദ്ധയിലേക്കെടുക്കാം. ജിജി മാരിയോ ദമ്പതികളുടെ വഴക്കിൽ അവരുടെ കുട്ടികൾ ജിജിക്കൊപ്പമാണ്. മാരിയോയെ ഒരു വിധത്തിലും ന്യായീകരിക്കുന്ന ദൃശ്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ ആ കുട്ടികളുടെ ഭാഗത്തു നിന്ന് കണ്ടിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ അമ്മയെ ഉപേക്ഷിക്കരുത് എന്ന് കേണപേക്ഷിക്കുന്ന കുട്ടികളുടെ ഓഡിയോ. ജിജി മാരിയോ പ്രശ്നം തുടങ്ങിയ ആദ്യ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം വ്യക്തമായി അവതരിപ്പിച്ചിരുന്നു. ഇത് ചാരിറ്റിയുടെ പേരിൽ തുടങ്ങിയ ഒരു വമ്പൻ തട്ടിപ്പ് പൊട്ടിത്തകർന്നതിൻ്റെ അനന്തരഫലമാണ്. അവരുടെ ചില കളികൾ കൈവിട്ടുപോയി. പണം അസ്ഥിയിൽ കയറിയപ്പോൾ അവരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു. അതിൻ്റെ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ കാണുന്നത്. ജിജി ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ അവതരിപ്പിക്കുന്നതിൽ വലിയ കാര്യമില്ല. എന്നാൽ മാരിയോ ജോസഫിനെ ന്യായീകരിക്കുന്ന വീഡിയോകളും വാർത്തകളും നമുക്ക് അംഗീകരിക്കാനും കഴിയില്ല. തെറ്റിരുപക്ഷത്തുമുണ്ട്. ആരുടെ ഭാഗത്താണ് കൂടുതൽ തെറ്റ്, ആരാണ് ശരി എന്നിവരുടെ വർത്തമാനങ്ങൾ നോക്കി നമുക്ക് വിലയിരുത്തുക വയ്യ. മാരിയോ ഇതുവരെ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളുടെയും 100% പങ്കാളിയാണ് ജിജി. ജിജി കഴിഞ്ഞ 21 വർഷമായി മാരിയോയെ കൂമ്പിനിടിച്ച് നിർത്തി ഭയപ്പെടുത്തി ജീവിപ്പിക്കുകയായിരുന്നു. അയാളൊരു ട്രോജൻ ഇസ്ലാമിക് കുതിരയാണ് എന്നൊക്കെ പൂർണ്ണമായി വിശേഷിപ്പിക്കുക വയ്യ. എല്ലാറ്റിനുമൊടുവിൽ അവരുടെ ഫിലോക്കാലിയ എന്ന ഫൗണ്ടേഷൻ പൊട്ടിത്തകർന്നു. ജിജിയെ ഒഴിവാക്കി മാരിയോ ഒരു കമ്പനി തുടങ്ങി അതിൻ്റെ പേരിൽ കച്ചവടം നടത്താൻ ഇറങ്ങിത്തിരിച്ചു. ഇതൊക്കെ സത്യമാണ്. എന്നാൽ ഇരുവരുടെയും പരസ്പര അനുവാദമില്ലാതെ കഴിഞ്ഞ കുറേ കാലമായി ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന ഈ തട്ടിപ്പ് സ്ഥാപനം ഉപയോഗിച്ച് ഇത്ര വലിയ പിരിവും പണ്ടാരവുമൊന്നും നടത്താൻ ഇവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ട്. മാരിയോയും കൂട്ടരും ഇപ്പോൾ ജിജിക്കെതിരെ പറയുന്നതും ജിജി മാരിയോയ്ക്കെതിരെ പറയുന്നതും അർത്ഥസത്യങ്ങളാണ്. ഇരുവരും തമ്മിൽ കൃത്യമായ ഒരു വിശ്വാസം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പുലർത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ സംഭാഷണങ്ങളുടെ പ്രത്യേകത. ഇരുവരും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ഓഡിയോ ശകലങ്ങളും ദൃശ്യങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നു. ഇന്ന് ജിജി മാരിയോ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ഇത്തരം ധാരാളം ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലെ വിശ്വാസ തകർച്ച തന്നെയാണ് ഇത്തരം ഓഡിയോ ശകലങ്ങളും വീഡിയോകളുമൊക്കെ ഇവർ സൂക്ഷിച്ചു വയ്ക്കാനുള്ള കാരണം. എന്നെങ്കിലുമൊക്കെ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഇത്തരം തെളിവുകളുടെ തുണ്ടുകൾ അനിവാര്യമാകുമെന്ന് ഇരുവരും കരുതി. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇവർ ഇരുവരും വലിയ ശരികേടുകളായിരുന്നു. രണ്ടുപേരും ചാരിറ്റിയുടെ മറവിൽ ക്രിസ്ത്യാനികളുടെ ചോര ഊറ്റിക്കുടിച്ച കുളയട്ടകളാണ് എന്ന് കെവിൻ പീറ്റർ ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഘാതം കൂടും. അതാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി തെറ്റ് ആരുടെ ഭാഗത്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. TV ബോക്സ് എടുത്ത് മാരിയോ ജിജിയുടെ തലയ്ക്കടിച്ചുവെന്നായിരുന്നു ആദ്യം നമ്മൾ കേട്ടത്. എന്നാൽ ഇന്ന് വീഡിയോയിൽ ജിജി പറയുന്നു അത് TVയുടെ സെറ്റോ ബോക്സ് അല്ല, പകരം CCTV ക്യാമറകളുടെ DVR ആണ്. ഇന്നത്തെ തൻ്റെ ന്യായീകരണ വീഡിയോയിൽ ജിജി ഒരു ഫോട്ടോ അവതരിപ്പിക്കുന്നു. ആ ഫോട്ടോയിൽ 5-8 സ്റ്റിച്ചുള്ള ഒരു തലയുടെ ഫോട്ടോയുണ്ട്. അപ്പോഴതാ മാരിയോ മറ്റൊരു ചാനലിലെത്തി ഒരു ഓഡിയോ നൽകുന്നു. ആ സ്റ്റിച്ച് മറ്റാരുടേതോ തലയുടെ ഫോട്ടോ ആണ് ജിജി എടുത്തിട്ടിരിക്കുന്നത്. എന്തായാലും 5-8 സ്റ്റിച്ചുള്ള ഒരു തലയുടെ ഫോട്ടോ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ കൃത്യമായി ജിജി കണ്ടുപിടിച്ചു എന്ന് മാരിയോ പറയുമ്പോൾ ഒന്നുകിൽ അവൻ ഭൂലോക ഫ്രോഡാണ്, അല്ലെങ്കിൽ മാരിയോയുടെ ഭാഗത്ത് ചില ന്യായങ്ങളുണ്ട്. ഒരു ഭാര്യയുടെ തലയുടെ ഫോട്ടോ കണ്ടാൽ ഏതൊരു ഭർത്താവിനും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അത് തൻ്റെ ഭാര്യയുടെ തലയുടെ ഫോട്ടോ ആണോ എന്ന്. ഇവിടെ മാരിയോ പറയുന്നു അത് ജിജിയുടെ തലഭാഗമല്ല, മറ്റാരുടെയോ ഫോട്ടോ ആണ് എന്നൊക്കെ. ജിജി കള്ളത്തരം കാട്ടിയാലും മാരിയോ കള്ളത്തരം പറഞ്ഞാലും ഇരുവർക്കുമിടയിൽ ഏതോ ഒരു മുതു ഫ്രോഡുണ്ട് എന്ന് വ്യക്തമാണ്.
അത് ഈ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ജിജി മാരിയോ തന്റെ വീഡിയോയിൽ അവതരിപ്പിച്ച തലയുടെ ഫോട്ടോ തൽക്കാലം വ്യാജമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അതിനൊപ്പം ഒരു മെഡിക്കൽ റിപ്പോർട്ടൊക്കെ അവർ വെച്ചിട്ടുണ്ട്. തലയിൽ ഇത്രയധികം സ്റ്റിച്ചുകളുണ്ടോ എന്ന് ആരെയെങ്കിലും ഒരു ചാനലുകാരനെ ജിജിക്ക് കാട്ടിക്കൊടുക്കാവുന്നതുമാണ്. ഇല്ലെങ്കിൽ തന്നെ ആശുപത്രിയിൽ ചികിത്സിച്ചതിന്റെ രേഖകളൊക്കെ ജിജിയുടെ പക്കലുണ്ടല്ലോ. ഇപ്പോൾ ജിജി മാരിയോ പ്രശ്നത്തിൽ കുറെ പേർ ജിജിയെ പരിഹസിക്കുന്നു. ജിജിയെ പരിഹസിക്കുന്നവരാണ് കൂടുതൽ. അതിനൊരൊറ്റ കാരണം മാത്രം, ജിജി ഒരൊറ്റ ചാനലുകൾക്കും അഭിമുഖം നൽകിയില്ല, തന്റെ ശബ്ദരേഖയും നൽകിയില്ല. ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ ചില പത്രപ്രവർത്തകർ എന്നോട് പറഞ്ഞിരുന്നു, മാരിയോ ജോസഫിൻ്റെ ഒരു അഭിമുഖം തയ്യാറാക്കി നമുക്ക് സംപ്രേഷണം ചെയ്യാം. ഞാൻ പറഞ്ഞു, തൽക്കാലം മാരിയോയെ ഒറ്റയ്ക്ക് വിളിച്ച് ഇത്തരം വീഡിയോകൾ അവതരിപ്പിക്കുന്നില്ല. വീഡിയോകൾ അവതരിപ്പിക്കണമെങ്കിൽ കൃത്യമായി വസ്തുതകൾ തേടണം. അങ്ങനെയെങ്കിൽ ജിജിയുടെ ഭാഗം വ്യക്തമായി കേൾക്കണം. എന്നാൽ തുടക്കം മുതൽ ചാനലുകളോടൊരു അകലം പാലിച്ചിരുന്നു ജിജി. ഇതിനിടയിൽ ജിജിയെ അനുകൂലിക്കുന്ന ചില വാർത്തകൾ മനോരമയിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനെതിരെ മാരിയോ കട്ടയ്ക്ക് കളത്തിലിറങ്ങി. ജിജിയുടെ ഏതോ ഒരു കക്ഷി മനോരമയിൽ ജോലി ചെയ്യുന്നുണ്ട്, അവരാണ് ഈ ആസൂത്രണത്തിന് പിന്നിലെന്നൊക്കെ മാരിയോ വെച്ച് കാച്ചി. കൃത്യമായ അജണ്ടയോടെ തനിക്കൊപ്പമുള്ളവരെ മാധ്യമങ്ങളുടെ മുന്നിലെത്തിച്ച് ജിജിയുടെ മണ്ടയടിച്ചു പൊട്ടിക്കാൻ കൃത്യമായി മാരിയോയ്ക്ക് കഴിഞ്ഞു. ഇത് ഗൂഢാലോചനയാണ്, മാരിയോയുടെ തന്ത്രപരമായ നീക്കമാണ്. എന്നാൽ അതിനൊപ്പം ഭർത്താവിനെതിരെ അതിശക്തം നിലപാടെടുത്തില്ല ജിജി മാരിയോ. അതുകൊണ്ട് ജിജി മാരിയോയുടെ തെറ്റുകാരിയാണ് എന്ന് പൂർണ്ണമായി നമുക്ക് വിലയിരുത്തുക വയ്യ. മദ്യപാനിയാണ്, അവിഹിതങ്ങൾക്ക് പുറകെ പായുന്നവൾ എന്നൊക്കെ ഏറ്റവും മ്ലേച്ഛമായ ആരോപണങ്ങളായിരുന്നു ജിജിക്കെതിരെ മാരിയോ ഉയർത്തിയത്. അതിനൊക്കെ തൽക്കാലം മാന്യതയുടെ പദം ഉപയോഗിച്ച് മിതമായ ഭാഷയിൽ തന്നെയാണ് ജിജി മറുപടി പറഞ്ഞിട്ടുള്ളത്. മാരിയോയെ തനിക്ക് തിരികെ ലഭിക്കണമെന്ന ആഗ്രഹം ജിജിയുടെ മനസ്സിലുണ്ട്. അതൊരു അമ്മയുടെ ആഗ്രഹമാണോ, തൻ്റെ കുട്ടികൾക്ക് അച്ഛനില്ലാതെ പോകരുത്, ഒരു രണ്ടാനച്ഛനെ തൽക്കാലം കരുതേണ്ട എന്നൊക്കെയുള്ള വിചാരമാണോ എന്നൊന്നും നമുക്കറിയില്ല. മാരിയോ ജിജിക്കെതിരെ ഉയർത്തിയ കടുത്ത ആരോപണങ്ങളുടെ തെളിവുകളൊന്നും നമുക്ക് മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ജിജിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഇപ്പോൾ സംശയിക്കേണ്ടതില്ല. കോഴികൾ ചിക്കി എന്തെങ്കിലുമൊക്കെ ചികഞ്ഞെടുക്കുന്നത് പോലെ രണ്ടുപേരുടെയും പഴയകാല ഭൂതകഥകൾ ഒന്നൊന്നായി മാന്തി പുറത്തേക്കിട്ടാൽ അത് ചീഞ്ഞു നാറുമെന്നുറപ്പ്. അതുകൊണ്ട് തന്നെയാവാം മാരിയോയുടെ വലിയ ഭൂതകാല കഥകളൊന്നും ജിജി തൽക്കാലത്തേക്ക് വലിച്ചു കീറി പുറത്തേക്കിടുന്നില്ല. ജിജി തൻ്റെ മറുപടിയിൽ ഒരൊറ്റ കാര്യത്തിനാണ് ഊന്നൽ നൽകിയത്. ഫിലോക്കാലിയ എന്ന ഫൗണ്ടേഷൻ പൊളിച്ച് മാരിയോയും സംഘവും ഒരു കമ്പനി തുടങ്ങിയതിലെ പൊരുത്തക്കേടുകൾ അത് കൃത്യമായി പ്രേക്ഷകർക്ക് മുൻപാകെ അവതരിപ്പിക്കാൻ ജിജിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രൊഫഷണലിസത്തിൻ്റെ വഴിയെ തന്നെയാണ് ജിജിയുടെ മറുപടി ഇപ്പോഴും. അതുകൊണ്ട് തന്നെ മാരിയോ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് പൂർണ്ണമായും സത്യസന്ധമാണ് എന്ന് വിശ്വസിക്കുക പ്രയാസം. ട്രസ്റ്റിൻ്റെയും കമ്പനിയുടെയും ബോർഡ് ഓഫ് മെമ്പേഴ്സ് നിയമനത്തിലുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ഇരുവർക്കുമിടയിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് വ്യക്തം. അപ്പോൾ സ്വാഭാവികമായും മാരിയോയ്ക്ക് താല്പര്യമുള്ള ഒരു കൂട്ടം ആൾക്കാർ മാരിയോയ്ക്കൊപ്പം ചേർന്നു. അജ്മലും സുലേഖയുമൊക്കെ പണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. അവർ പിന്നീട് ക്രിസ്ത്യാനികളായി. ഇവരൊക്കെ ഒരൊറ്റ ഗാങ്ങായി മാരിയോയ്ക്കൊപ്പം നിലകൊള്ളുന്നു. അവരിലേക്ക് കൂടുതൽ ആളുകൾ വന്നു ചെല്ലുന്നു. ജിജിക്കൊപ്പമുള്ളത് മക്കൾ മാത്രമാണ്. പക്ഷെ മക്കളെ ചേർത്ത് നിർത്താൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞു എന്നിടത്ത് ജിജിയെ നമുക്ക് പൂർണ്ണമായി തള്ളിപ്പറയുക വയ്യ. ജിജി ഒരു കടുത്ത മദ്യപാനിയാണ് എന്ന് പലപ്പോഴും മാരിയോ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇതിനെ പൂർണ്ണമായി നിഷേധിക്കാത്തതാണ് സമൂഹമാധ്യമങ്ങളിൽ ചിലർ ജിജിക്കെതിരെ തിരിയാനുള്ള കാരണം. ചില ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെണ്ണുങ്ങൾ മദ്യപിക്കുന്നതിൽ വലിയ പിശുക്കൊന്നും കാട്ടാറില്ല. അത്തരം എന്തെങ്കിലും ശീലങ്ങൾ ജിജിയുടെ ജീവിതത്തിലുമുണ്ടോ എന്ന് നമുക്കറിയില്ല. വിദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് ഇരുവരും. അപ്പോൾ പലവിധ കൂട്ടുകെട്ടുകൾ ഉണ്ടാവും, പല കുടുംബങ്ങളിലേക്കും കടന്നു ചെല്ലും. ഒരുപക്ഷെ മദ്യത്തിൻ്റെ സുഖമൊക്കെ ഒന്ന് നുണഞ്ഞ ജിജിക്ക് മദ്യത്തോട് താല്പര്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതൊരു വലിയ കുറ്റമായി ഇപ്പോൾ അവതരിപ്പിക്കേണ്ട. കഴിഞ്ഞ 9 മാസങ്ങളായി ഇരുവരും പിരിഞ്ഞു താമസിക്കുകയാണ്. അപ്പോഴും വലിയ തോതിൽ കൗൺസിലിങ്ങിന് ഇറങ്ങിയിരുന്നു ജിജിയും അപ്പുറത്ത് മാരിയോയും. അവർ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കെട്ടിപ്പുണർന്നുകൊണ്ട് നടത്തുന്ന ഉദ്ഘോഷങ്ങൾ കേട്ടാൽ നമ്മൾ പോലും അമ്പരന്ന് പോകും. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പരസ്പരം തലയടിച്ച് പൊട്ടിക്കുന്ന ദമ്പതികൾ. ഒരു വശത്ത് മാരിയോ ജോസഫ് എന്ന സുലൈമാനെ അധിക്ഷേപിക്കുന്ന ചില പോസ്റ്റുകൾ, മറുവശത്ത് ഒരിക്കലും സുവിശേഷം പ്രസംഗിച്ചിട്ടില്ലായിരുന്ന ജിജി മാരിയോ. ഇവൻ സെൻട്രൽ വെച്ച് മാരിയോയെ പരിചയപ്പെടുന്ന ജിജി. അങ്ങോട്ടേക്കാണ് ജിജിയുടെ പ്രപ്പോസൽ. ഒടുവിൽ മാരിയോ ജിജിയെ വിവാഹം കഴിക്കുന്നു. പൊടുന്നനവെ ജിജി മോട്ടിവേഷണൽ സ്പീക്കറായി. ഒരുതരം അടഞ്ഞ ശബ്ദവും പിന്നെ അമിതാഭിനയവും. ഇത് അങ്ങ് ക്ലിക്കായി. വീട്ടമ്മമാരും പെൺകുട്ടികളുമൊക്കെ ജിജിയുടെ
വാക്കുകളിൽ ആകൃഷ്ടരായി. ഭർത്താവിനെ എങ്ങനെ ചേർത്ത് പിടിക്കണം, ഭർത്താവിനെ എങ്ങനെ ഉമ്മ കൊടുക്കണം, ഭർത്താവിനെ എങ്ങനെ കെട്ടിപ്പിടിക്കണം, നേരം വെളുത്താൽ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് ആകെ ഇക്കിളിയൂട്ടുന്ന വർത്തമാനങ്ങൾ. മോട്ടിവേഷണൽ സ്പീക്കറിൽ നിന്ന് പിന്നീട് ധ്യാനഗുരുവായുള്ള വളർച്ച, അങ്ങനെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ തുടങ്ങി അവിടേക്ക് ധ്യാനത്തിനെത്തിക്കുന്ന ആളുകൾ. ധ്യാനം വല്ലാത്തൊരു മാസ്മരിക ലോകമാണ്. ധ്യാനത്തിനെത്തുന്ന ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനമൊക്കെ നടത്തി അവരിൽ നിന്ന് പണം ഊറ്റിയെടുക്കാനുള്ള പല തന്ത്രങ്ങളും ഇത്തരം ധ്യാനഗുരുക്കന്മാരിലുണ്ട്. അതുതന്നെ ജിജിയും ആവർത്തിച്ചു. മാരിയോ അതിൻ്റെ ഉസ്താദാണല്ലോ. രണ്ടുപേരും ചേർന്ന് അങ്ങനെ ചാരിറ്റി പണപ്പിരിവ് തുടങ്ങി. ഇഷ്ടം പോലെ പണം അകത്തേക്ക് ഒഴുകിയപ്പോൾ അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലും പ്രകടമായ മാറ്റങ്ങൾ. പണം കൂടുമ്പോൾ ധാരാളം ആളുകൾ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടും. അങ്ങനെ ആകർഷിക്കപ്പെട്ട് ഇരുവരിലേക്കും എത്തിയ ആളുകൾ, ജിജിയിലേക്ക് എത്തിയ ആളുകളെ ഒരുപക്ഷെ അവിഹിതകഥയുടെ ഭാഗമാക്കിയിട്ടുണ്ടാവാം മാരിയോ. മറുവശത്ത് മാരിയോയ്ക്കൊപ്പം ചേർന്ന അജ്മലിനെ സ്വവർഗാനുരാഗിയാക്കി മറുവിഭാഗം മാറ്റി. ഇതിലൊക്കെ എത്ര വാസ്തവമുണ്ട്? ജീവിതത്തിൻ്റെ അനുഭൂതികൾ നുകരാൻ ഇവരൊക്കെ എത്ര തലം വരെ സഞ്ചരിച്ചു എന്നൊന്നും നമുക്ക് പിടിപാടില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ ജീവിതമാണ്. എങ്കിലും കുത്തൊഴുക്ക് പോലെ ഇത്തരം വൃത്തികേടുകൾ ഇപ്പോൾ സമൂഹങ്ങളിലേക്ക് ഒഴുകുന്നു. ഇന്നലെ വരെ മോട്ടിവേഷൻ നടത്തി നമ്മുടെ തല മുകളിൽ കൊണ്ടുപോയി ഇടിക്കുന്ന പരുവത്തിലാക്കി അത്രയേറെ ഊർജം നിറച്ചവർ ഇന്ന് തലയടിച്ചു പൊട്ടിച്ച് നിലത്ത് കിടന്ന് അലറി വിളിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. സാമൂഹിക സേവനം എന്ന തലത്തിൽ തുടങ്ങിയ ഒരു കുടുംബ ബിസിനസ്, പിന്നീട് ഇരുവരും അത് കമ്പനിയാക്കാനും സ്വന്തമാക്കാനുമുള്ള ശ്രമം. ഇതിനിടയിൽ ജിജിയുടെ വീട്ടുകാർ ജിജിക്കൊപ്പം ചേരുന്നു. മാരിയോയുടെ കൂട്ടുകാരും മാരിയോയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമൊക്കെ മാരിയോയ്ക്കൊപ്പം ചേരുന്നു. പിന്നീട് ഇരുവിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇരുവരെയും വലിച്ചകറ്റുന്നു. ഇതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഫ്രോഡ് പരിപാടി എന്ന് പറഞ്ഞാൽ കട്ട ഫ്രോഡ് പരിപാടികൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്നതാണ് നമുക്ക് മുന്നിൽ വരുന്ന തെളിവുകൾ. ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിനെ രക്ഷിക്കാനാണ് തൻ്റെ ശ്രമമെന്ന് ജിജി മാരിയോ പറയുന്നു. താനും മക്കളും സോഷ്യൽ മീഡിയയിൽ ബലിയാടാവുകയാണ് എന്ന് ജിജി മാരിയോ. ആരെയും അപമാനിക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത്. സത്യം നിങ്ങൾ ഇതുവരെ കേട്ടതോ കണ്ടതോ അല്ല, ചില സത്യങ്ങൾ തുറന്നു പറയുകയാണ് എന്ന് പറഞ്ഞു ജിജി ഫിലോക്കാലിയ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട നിരവധി വെളിപ്പെടുത്തലുകൾ ഇന്ന് നടത്തി. വളരെ വിദഗ്ധമായാണ് മാരിയോയും സംഘവും ആളുകളെ നുണകൾ പറഞ്ഞു പരത്തി വിശ്വസിപ്പിക്കുന്നത് എന്ന് ജിജി പറയുന്നു. തന്നെയും മക്കളെയും സമൂഹത്തിന് മുന്നിൽ കടിച്ചു കീറാൻ ഇട്ടു നൽകുകയാണ് എന്ന് ജിജിയുടെ വാക്കുകൾ കുറച്ചെങ്കിലും സത്യസന്ധമാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. എന്നാൽ വലിയ മുതുഫ്രോഡുകളാണ് ഇരുവരും എന്ന് വ്യക്തമാക്കുന്നതാണ് ഇരുവർക്കുമിടയിലെ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും മലീമസമായ വാക്കുകൾ. ഫിലോക്കാലിയയുടെ പേരിൽ ഇക്കഴിഞ്ഞ വർഷം മാരിയോ ഒരു കമ്പനി രഹസ്യമായി തുടങ്ങിയതാണത്രേ ജിജിയെ പ്രകോപിപ്പിച്ചത്. പിന്നീട് ജിജിയുടെ ക്യാബിൻ വരെ അടച്ചുപൂട്ടി അവർ സംഭവം കയ്യിലെടുത്തു. ജിജി ക്യാബിന് മുന്നിൽ ചെന്ന് ബഹളം വയ്ക്കുന്നതൊക്കെ ജിജി തന്നെ തൻ്റെ വീഡിയോ പുറത്തുവിട്ടു. മാരിയോയ്ക്ക് അടുപ്പമുള്ള അജ്മൽ അടക്കമുള്ള ചിലരുടെ നേതൃത്വത്തിലാണ് പുതിയ കമ്പനി. താനതിനെ ചോദ്യം ചെയ്തു. ഇതോടെ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നൊക്കെയാണ് ജിജി വിശദീകരിക്കുന്നത്. ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് വരെ ഒരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിച്ചിരുന്നു എന്നതാണ് മാരിയോയുടെ വിശദീകരണം. നിങ്ങൾ കമ്പനിയൊക്കെയായി മുന്നോട്ട് പോയിക്കോളൂ, പക്ഷേ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം മരവിപ്പിക്കരുത് എന്നതാണ് ജിജിയുടെ ആവശ്യം. മാരിയോയുടെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് മാരിയോയുടെ ചാനലിലൂടെ കാണിച്ച് പണം ശേഖരിക്കാൻ അവർ തുടങ്ങി എന്ന് ജിജി പറയുന്നു. ഇത് അത്യന്തം ഗൗരവമേറിയ തലമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ ഇത്തരം ഇടപാടുകൾ പരിശോധിക്കണം. നിയമപരമായ പരിശോധനയിൽ മാത്രമേ ഇരുവരും മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ആരോപണങ്ങളുടെ നിജസ്ഥിതി നമുക്ക് മനസ്സിലാവൂ. മകൾ നിർബന്ധിച്ച് ഭർത്താവുമായി ചർച്ച നടത്താനാണ് താൻ മാരിയോയുടെ അടുക്കലെത്തിയത് എന്ന് ജിജി പറയുന്നു. അവിടെ വെച്ച് തൻ്റെ തല അടിച്ചു പൊട്ടിച്ചു എന്ന് ജിജി ആവർത്തിക്കുകയാണ്. മകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു അവിടെ. ജിജി എന്തായാലും മകളെ വെച്ച് ഇത്തരം കള്ളം പറയുമോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ താൻ ജിജിയുടെ തല അടിച്ചു പൊട്ടിക്കുകയല്ല, ജിജി വന്ന് തന്നെ കടിച്ചു മുറിക്കുകയായിരുന്നു, തന്നെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നൊക്കെ മാരിയോ മറ്റ് ചാനലുകളിലൂടെ വിളിച്ചു പറഞ്ഞത് സത്യസന്ധമല്ലെങ്കിൽ എത്ര ക്രൂരമാണ്. മാരിയോ പലരുടെയും വലയിൽ കുടുങ്ങിക്കിടക്കുന്നു. മാനസികമായി ചില തകരാറുണ്ട്. എനിക്കെൻ്റെ ചേട്ടായിയെ തിരിച്ചു വേണമെന്നാണ് ഈ വീഡിയോയിൽ ജിജി പറയുന്നത്. ഇതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്? അതോ ഈ ലോകത്തെ മുഴുവൻ കബളിപ്പിക്കാനുള്ള ജിജിയുടെ ശ്രമങ്ങളാണോ? രണ്ടുപേരിൽ ആരാണ് സത്യം? നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, രണ്ടുപേരും സത്യമല്ല.
രണ്ടുപേരും പറയുന്നത് പലതും അർത്ഥസത്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഇവർ ഇരുവരും ചേർന്ന് നടത്തിയ ആ ബിസിനസ് ഉണ്ടല്ലോ, ഫിലോക്കാലിയ ഫൗണ്ടേഷൻ, സാധാരണ ആളുകളുടെ എത്രമാത്രം പണം ഇവർ തട്ടിച്ചെടുത്തിട്ടുണ്ടാവാം, എത്രമാത്രം സുഖസൗകര്യങ്ങളിലൂടെ ഇവർ അർമാദിച്ചിട്ടുണ്ടാവാം. ജിജിയുടെ അനുജൻ ഒരു വീട് വാങ്ങിയത് ഫിലോക്കാലിയ ഫൗണ്ടേഷനിൽ പണമെടുത്തിട്ടാണെന്നൊക്കെ മാരിയോ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചും ജിജി തൻ്റെ വീഡിയോയിൽ വിശദീകരിക്കുന്നു. അനുജൻ സ്വന്തം പൈസയ്ക്കാണത്ര വീട് വാങ്ങിയത്, ഏതാണ്ട് 40 ലക്ഷം രൂപയ്ക്ക്. ഇത് തെളിയിക്കുന്ന മാരിയോയുടെ പഴയൊരു ശബ്ദരേഖ ജിജി പുറത്തുവിട്ടു. അനുജനോട് മാരിയോ തന്നെയാണ് ഇങ്ങനെ വീട് കൊടുക്കാനുണ്ടെന്നും നല്ല ലാഭത്തിൽ കിട്ടുമെന്നും നീ വാങ്ങാൻ പറയുന്നത്. ഇപ്പോൾ ജിജി മാരിയോയുടെ കയ്യിൽ പണമൊന്നുമില്ല എന്ന് അവർ തന്നെ പറയുന്നു. ഒരു പ്രോഗ്രാം ചെയ്താൽ മുമ്പ് 25,000 മുതൽ 50,000 രൂപ വരെ കിട്ടുമായിരുന്നു. ആ പണമൊക്കെ ഉപയോഗിച്ചാണ് താൻ ജീവിച്ചത്. ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ തുടങ്ങുന്നതിന് മുൻപ് നല്ല ജോലി ഉണ്ടായിരുന്നുവെന്നും നല്ല ശമ്പളം വാങ്ങിയിരുന്നു എന്നും ജിജി പറയുന്നു. അന്ന് നല്ല ജീവിതവും ഉണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി വിദേശങ്ങളിലൊക്കെ കറങ്ങി നന്നായി ജീവിച്ചു. അവളെ ക്രൂശിക്കുക എന്ന് മുറവിളി കൂട്ടുന്ന കാപാലികരാണ് തനിക്ക് ചുറ്റും. ഇത്രയും അതംപതിച്ചു പോകുമ്പോൾ മനുഷ്യർ എന്നാണ് ജിജിയുടെ ചോദ്യം. മറ്റുള്ളവരുടെ വേദനകൾ എടുത്ത് റീച്ച് കൂട്ടാനും കൂടുതൽ കണ്ടന്റ് ചെയ്യാനുമാണ് ഇപ്പോൾ കടിപിടികൾ, ഓട്ടപ്പാച്ചിലുകൾ. അതിനിടയിൽ പിടഞ്ഞു വീഴുന്നത് ഒരമ്മയുടെയും 2 പെൺമക്കളുടെയും ജീവനുകളാണ്. ഇതെല്ലാം കണ്ട് ആർത്തട്ടഹസിക്കുന്ന മനുഷ്യത്വം നഷ്ടപ്പെട്ടവർ ഇതിൻ്റെയൊക്കെ ഇടയിലും എൻ്റെ ലക്ഷ്യം ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് സംരക്ഷിക്കുക, എൻ്റെ മക്കളുടെ ഭാവി ഉറപ്പിക്കുക. 8 പേരടങ്ങുന്ന ചിലർ ചേർന്ന് ഒരു പാരലൽ കമ്പനി രൂപീകരിച്ച് സെക്ഷൻ ആക്ട് 8 പ്രകാരം ഞാനറിയാതെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ മറ്റൊരു പ്രസ്ഥാനം ആരംഭിച്ചു. എന്നെ അറിയിക്കാതെ തുടക്കകാലത്ത് അവർ രഹസ്യമാക്കി വെച്ചു. പിന്നീട് അവർ പരസ്യമാക്കി ജനങ്ങളെ കബളിപ്പിച്ച് അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുത്താൻ തുടങ്ങി. ജിജി ഉയർത്തിയിരിക്കുന്നത് ഗുരുതരമായ ഒരു ആരോപണമാണ്. ജിജിയുടെ കുടുംബക്കാരുടെ കയ്യിലാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന് നേരത്തെ മാരിയോ പറഞ്ഞിരുന്നു. എന്നാൽ കുടുംബക്കാർ ആരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം ഇപ്പോൾ ഫിലോക്കാലിയ ഫൗണ്ടേഷനില്ല എന്നൊക്കെയാണ് ജിജിയുടെ വിശദീകരണം. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന എൻ്റെ അനുജൻ 2 ലക്ഷം രൂപയോളം മാസവരുമാനമുള്ളയാളാണ്. എന്നാൽ ജിജിയുടെ നിയന്ത്രണത്തിലുള്ള ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ പല ജോലിക്കാരും ജിജിയുടെ ബന്ധുക്കളാണ് എന്ന് മാരിയോ തുടർന്നും ആരോപിക്കുന്നു. അവർക്കൊക്കെ വലിയ ശമ്പളം എഴുതിയെടുക്കുന്നു. 15 വർഷങ്ങൾക്ക് മുൻപ് പണിത ഒരു 4 സെന്റ് സ്ഥലത്തുള്ള വീട്ടിലാണ് താൻ ഇപ്പോഴും താമസിക്കുന്നത്. കയ്യിൽ പണമില്ല. ഫിലോക്കാലിയ ഫൗണ്ടേഷനിലുള്ള ചില ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും മക്കളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി കയ്യിലുള്ള സ്വർണമെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം 1 ലക്ഷത്തിലധികം രൂപയ്ക്ക് പണയം വെച്ചു KSFയിൽ എന്നൊക്കെ ജിജി തൻ്റെ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ ഇല്ലാതാക്കാനും അവൾക്ക് സമൂഹത്തിലുള്ള വില നഷ്ടപ്പെടുത്താനും പുരുഷൻ ചെയ്യുന്ന ഏറ്റവും വലിയ ആയുധമാണ് അവളുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സമൂഹത്തിൽ അവഹേളിക്കുക എന്നത്. തനിക്ക് നേരെ ഇപ്പോൾ നടത്തുന്നത് അതാണ് എന്ന് ജിജി പറയുന്നു. ആരുടെയും കാശ് തട്ടിയെടുക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാവർക്കും വാരിക്കോരി കൊടുത്തു. അക്കാര്യത്തിൽ ഞാൻ മക്കളെപ്പോലും മറന്നുപോയി. അവർക്ക് വേണ്ടി താൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്നാണ് ജിജി പറയുന്നത്. എന്നിട്ടും പെരുങ്കള്ളി എന്നൊക്കെ വിളിച്ച് ചാപ്പ കുത്തി തന്നെ ആക്രോശിക്കുകയാണ് ചിലർ. കണ്ണിൽ നിന്ന് ചോര ഒഴുകുകയാണ് എന്ന് ജിജി പറയുന്നു. ആരെയും ഇടിച്ചു താഴ്ത്താനോ അപമാനിക്കാനോ കുറ്റവാളിയാക്കാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് പല മീഡിയക്കാർ വിളിച്ചിട്ടും താൻ പോകുന്നില്ല. ഇപ്പോൾ എല്ലാം കൈവിട്ടു പോയി. അവർ തൊടുത്തുവിടുന്ന ഓരോ കൂരമ്പുകളും താങ്ങാൻ കഴിയാതെ ഞാനും മക്കളും നിർജീവമായി കൊണ്ടിരിക്കുകയാണ് എന്ന് ജിജിയുടെ വാക്കുകൾ. താമസിയാതെ ഞാൻ വരും സത്യത്തിൻ്റെ മുഖവുമായി. ധൈര്യമൊരിക്കലും കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നില്ല. തളരരുത്, വീണ്ടും ശ്രമിക്കൂ എന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കും. ജിജിയുടെ വാക്കുകളിൽ എവിടെയൊക്കെയോ ചില സത്യമുണ്ടോ അസത്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മാരിയോയുടെ വാക്കുകളെ അത്ര സത്യസന്ധതയോടെ നമുക്കിപ്പോൾ കാണാൻ കഴിയില്ല. ജിജി മദ്യപാനം പൂർണ്ണമായി നിർത്തി ചേട്ടായി എന്ന് വിളിച്ചു വന്നാൽ അവളെ സ്വീകരിക്കുമെന്ന് പറയുന്ന മാരിയോ ആ വാക്കുകളിൽ ഒരുവിധ ആത്മാർത്ഥതയുമില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. മറിച്ച് മദ്യപാനത്തെക്കുറിച്ച് ഒരക്ഷരം പറയാതെ ജിജി മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ പറയേണ്ടത് മാത്രം പറയുന്ന സ്വഭാവക്കാരിയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അമ്മയെ കളയല്ലേ അപ്പ, ഞങ്ങളുടെ കൂടെ കൂട്ടണേ, കരഞ്ഞ് നിലവിളിക്കുന്ന മാരിയോ ജോസഫിൻ്റെ മകളുടെ വീഡിയോ നമുക്ക് മുന്നിലുണ്ട്. ആ മകൾ ഇതുവരെ തൻ്റെ വാക്കുകളല്ല അതെന്ന് ആരുടെ മുന്നിലും നിഷേധിച്ചിട്ടില്ല. ജിജിക്ക് തൻ്റെ മക്കളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രത്യേകത. മാരിയോ ജോസഫിനൊപ്പമുള്ള അജ്മൽ എന്ന യുവാവിനെ ഒഴിവാക്കണമെന്ന് ആ മകൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. എന്നാൽ തനിക്ക് പ്രിയപ്പെട്ടത് അജ്മലാണെന്നും മകളായി നീ ചത്താലും കുഴപ്പമില്ല എന്നും മാരിയോ പറയുന്നത് നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാം. ഇത് സത്യമല്ല എന്നിതുവരെ മാരിയോ പറഞ്ഞിട്ടില്ല. അത് സത്യമാണ് എങ്കിൽ മാരിയോ ജോസഫ് ഒരു ഫ്രോഡാണ് എന്ന് ഉറപ്പിച്ചു പറയണം. മകളായി നീ ചത്താലും കുഴപ്പമില്ല, എനിക്ക് അജ്മലിനെ വേണം എന്ന് മകളുടെ മുന്നിൽ അട്ടഹസിക്കുന്ന
മാരിയോ ജോസഫിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന മകളുടെ ശബ്ദം നമ്മൾ കേട്ടു. അത് നിഷേധിച്ചാരും രംഗത്തെത്തിയിട്ടില്ല. ജിജിയെ മുച്ചൂടും ചീത്ത പറഞ്ഞ് അജ്മലും സംഘവുമൊക്കെ കളത്തിലിറങ്ങി ചാനലുകളിലൊക്കെ കയറി നിരങ്ങുന്നു. എന്തായാലും ജിജിക്കെതിരെ ഇപ്പോൾ നടത്തുന്നത് ഒരു സംഘടിത ആക്രമണമാണ്. മറിച്ച് ജിജിയെ ഒരു വിധത്തിലും ന്യായീകരിക്കുകയും വയ്യ. കാരണം മാരിയോ ജോസഫിനെ തുടക്കം മുതൽ അറിയാവുന്ന ഏറ്റവും അടുത്ത വ്യക്തി ജിജി തന്നെയാണ്. ഇരുവരും തമ്മിൽ നടത്തിയ ഈ തട്ടിപ്പ് പ്രസ്ഥാനം ഇടയ്ക്ക് പണത്തിൻ്റെ ആർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിയുന്ന കാഴ്ച, അതുമാത്രമേ ഈ സംഭവത്തെ നമുക്ക് വിശദീകരിക്കാൻ കഴിയൂ. അതല്ലാതെ മാരിയോ ജോസഫ് ക്രിസ്ത്യാനികളെ രക്ഷിക്കാനിറങ്ങിയ ഒരു മഹാനാണ് എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ജിജി നന്നായി മദ്യപിക്കുന്നയാളാണ്. ഈസ്റ്റർ ദിനത്തിൽ രാത്രി കത്തിയുമായി തന്നെ കുത്താൻ ഓടി വന്നു. ഒഴിഞ്ഞു മാറിയപ്പോൾ കൈക്ക് കുത്തേറ്റു. പോലീസിൽ പരാതി നൽകാൻ പോയപ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനം ഇപ്പോൾ വളർന്നു വരുന്ന ഒന്നാണെന്നും കേസായാൽ അതിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഒക്കെ പോലീസ് പറഞ്ഞു. അതുകൊണ്ട് പരാതിയിൽ നിന്ന് പിൻവാങ്ങി. അതിനുശേഷം വീട്ടിൽ കിടന്നുറങ്ങാൻ തനിക്ക് ഭയമായിരുന്നു. എന്തൊക്കെ വിശദീകരണങ്ങളുമായി മാരിയോ ജോസഫ് കളത്തിലിറങ്ങുന്നു. ഇതിൽ സത്യമേത് അസത്യമേത് എന്നൊന്നും നമുക്ക് പൂർണ്ണമായി പറയുക വയ്യ. ഒരു വശത്ത് മൃദുഭാഷയിൽ മന്ദഹാസത്തോടെ ജിജിക്കെതിരെ ഏറ്റവും മ്ലേച്ഛ ആരോപണങ്ങൾ മാരിയോ ഉയർത്തുന്നു. മറുവശത്ത് അട്ടഹാസത്തിൽ ജിജി ഉയർത്തിയ വീഡിയോ ശകലങ്ങൾ. ഇരുവർക്കുമിടയിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് എന്ന് വ്യക്തമാണ്. അതിലപ്പുറം പണം അതുതന്നെയായിരുന്നു മുഖ്യ പ്രശ്നം. യാതൊരുവിധ അടിസ്ഥാന മൂല്യവുമില്ലാതെ ചാരിറ്റിക്കിറങ്ങി തുലഞ്ഞ രണ്ടെണ്ണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.